ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ചാനലിലേക്ക് ലോട്ട്സ്. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ വോയിസ് റിവീൽ ചെയ്തിട്ടില്ല, ഇപ്പോൾ റിവീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പെസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഫ്രീ ഫയറിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പെസ്സായിട്ട് വന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇപ്പോൾ ഞാൻ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്വാർട്ടർ ഫൈനൽസ്. ഞാൻ പോർച്ചുഗലാണ്. അറിയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ആരാധകനാണ്. അപ്പോൾ പോർച്ചുഗലായിട്ടാണ് നമ്മളിന്ന് കളിക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീന എങ്ങനെയോ ഞാനാക്കി സെറ്റ് ചെയ്തൊന്നുമല്ല, തന്നെ വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കളിയിലോട്ട് പോവാം. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാനുണ്ട്. ഞാൻ ഈ പെസ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ പെസ്സിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഗെയിം പ്ലേ ഒക്കെ എങ്ങനെയാണ്, ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പ്രാക്ടീസ് ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം പറഞ്ഞ് ഞാൻ പോക്കിമോൻ യുണൈറ്റിൻ്റെയും വീഡിയോസ് ഇനി ഇടാൻ നോക്കാൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പ് പറയണില്ല, എന്തായാലും ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഗ്യാരൻറ്റി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിട്ടാണ് കളിക്കാൻ പോണത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ അർജൻറ്റീനയെ നമ്മൾ എത്രയിൽ തോൽപ്പിക്കാം എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യേ. വീഡിയോ കഴിയണവരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നല്ല കിടല മൈക്കിലാണ്. ഞാൻ ഈ മൈക്ക് നല്ല കശിനി മേടിച്ചതാണ്. അത് ഉപയോഗിക്കണമല്ലോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ വോയിസും കൂടി ഇടാൻ ആലോചിച്ചത്. പിന്നെ എൻ്റെ മുഖം നിങ്ങൾക്ക് നേരത്തെ കാണണമെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് അടിച്ചോ. 1000 സബ്സ്ക്രൈബർ ആകുമ്പോഴേ ഞാൻ ഫേസ് റിവീൽ ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ നേരത്തെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ കയറി നോക്കിയാൽ മതി. ചാനലിൽ കയറി മറ്റേ പോസ്റ്റ് നോക്കുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ ഫേസ് ഹൈഡ് ചെയ്തേക്കണ ഒരു ഫോട്ടോ ഇട്ടിട്ടേക്കണാണ്. അപ്പോൾ നിങ്ങൾ കയറി സബ്സ്ക്രൈബ് അടിച്ച് സഹായിച്ചാൽ കൊള്ളാം. പിന്നെ ഈ വീഡിയോ കുറച്ച് ലാഗ് ഉണ്ടാവും. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് കളിക്കണത് കാരണം ചെറിയൊരു ലാഗ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ ഷോർട്സ് കൂടുതൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഷോർട്സിന് നല്ല ഇതൊക്കെ ഉണ്ടായി, വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാതെ കളിക്കട്ടെ, കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ജയിക്കാനുള്ള കളിയാണ് ക്വാർട്ടർ ഫൈനൽസ്. തോറ്റാൽ നോക്കാവും ബ്രോ. റീട്രൈ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും എടാ, ഞാൻ കളിക്കണതാണെങ്കിൽ സ്റ്റാർ പ്ലെയർ ഡിഫിക്കൽട്ടിയിലാണ്. ഇത് നല്ല പണിയാണ് കളിക്കാൻ. ഞാൻ ഏതോ പ്രാവശ്യം ലെജൻഡറി ഒക്കെ എടുത്തിട്ട് കളിച്ചിട്ടുണ്ട്. എന്ത് എന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഔട്ടാക്കിച്ച്. എടാ എന്ത് പാസ്സാടത്, വെറുതെ കാട്ടി കളഞ്ഞേക്കണ്. ഫിലിക്സ് ആണെന്ന് പറഞ്ഞില്ലേ പാസ് കൊടുത്തത്, അതാരെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എവിടെ ഇവന്മാരുടെ ക്രോസിങ് കണ്ട, സെറ്റ് ക്രോസ് ആയിരുന്നു. ഈ അർജൻറ്റീനയും പോർച്ചുഗലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കളി ശരിക്കും മന്നല്ലേ. പക്ഷേ ഫിഫയ്ക്ക് അത് അറിയാവുന്നതുകൊണ്ട് അവർ രണ്ട് സൈഡ് ഇട്ട്. അതുപോലെ നിങ്ങൾ അർജൻറ്റീന തോറ്റ് സന്തോഷമായി. ഞാൻ കോൺട്രവേഴ്ഷ്യലായിട്ട് സംസാരിക്കണമല്ല കേട്ടാ, കാരണം എനിക്ക് അർജൻറ്റീന ഇഷ്ടമല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ കുറേ കൂട്ടുകാരന്മാർ സുഹൃത്തുക്കളുണ്ട്, അവന്മാർ ഇതേപോലെ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്ത് പോർച്ചുഗലിനെ കളിയാക്കുന്ന ടീംസാണ്. എനിക്കങ്ങനെ രണ്ടുപേരെയും കളിയാക്കാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവന്മാർ കാരണമാണ് എനിക്ക് ആ ഒരവസ്ഥ വരുന്നത്. ഞാൻ എന്നാലും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേൾഡ് കപ്പ് തോറ്റല്ലോ, ഇപ്പോൾ സന്തോഷമായി. പോർച്ചുഗലിനും കിട്ടിയില്ല, അർജൻറ്റീനയ്ക്കും കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും തോൽപ്പിച്ചത് ഒരേ ടീം തന്നെ, സ്പെയിൻ. എന്തായാലും ഇനി മുതൽ ഞാൻ ഡിവിഷൻ 5-ലുള്ള ഗെയിംസൊക്കെ ഞാൻ ഇടാൻ നോക്കാം പെസ്സിൻ്റെ. സംസാരിച്ചുകൊണ്ട് വന്നിട്ട് കോൺസെൻട്രേഷൻ പോകണ്ടേ. അവിടെ മെസ്സിയുടെ കയ്യിൽ കൊടുക്കില്ല. മെസ്സിയുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ തീർന്നതാടാ. ഫ്രണ്ടിലോട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മെസ്സിയുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ കത്തം. ഇവിടെ നീ എന്തോരം അടയാളം ഇടണത്. റൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്. യെസ്, റൈറ്റ് ഹിയർ റൈറ്റ് നൗ. മോനെ എന്താണ് റൊണാൾഡോ 39 മിനിറ്റ് എടുത്ത് നിൽക്കണ്ട. ഇതാണ് മാനേജർ, എന്താ പറഞ്ഞാൽ വിളിക്കുക, യോഹാൻ ക്രോയ്ഫ്. അപ്പോൾ ഇനി മറ്റേ വോയിസ് ഉള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ മിക്കവാറും ഇടാൻ പോണത്. എന്തായാലും സെലിബ്രേഷൻ കണ്ടോണ്ടിരിക്കുക, ഒരു മനസ്സുക. ഇതൊക്കെ സ്കിപ്പ് അടിച്ച് കളയാൻ, കുറച്ച് സമയം കളയാം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ എനിക്ക് പണിയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കണത്
22 കറക്റ്റ് ഡേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. 21 അല്ലെങ്കിൽ 22 എങ്ങാണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് എന്തോ ഞാൻ പാസ് കൊടുത്താണ് ത്രൂ ബോൾ ഇടാൻ നോക്കിയത്, ഷൂട്ടിലാണ് പിടിച്ച് നിൽക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ മിക്കവാറും പോസ്റ്റ് ചെയ്യാൻ പോണത് ഒരു അടുത്ത മാസം ആയിരിക്കും. കാരണം ബ്രോ സ്കൂളില്ലാടെ, പരീക്ഷയൊക്കെയാണ്, പഠിച്ച് പാസ്സാവാൻ നോക്കട്ടെ. ഫസ്റ്റ് ടേമിൻ്റെ എക്സാമാണ്, എന്നാലും അത് കൊടുക്കണ്ടേ. എക്സാംസ്. റഫേലിയോ, ഞാൻ വിചാരിച്ചു ഓഫ് സൈഡാണെന്ന്. റഷിങ് ദ പ്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പതുക്കെ കളിക്കാൻ. എന്തായാലും ഞാൻ ഇവിടെ അർജൻറ്റീനയൊക്കെ എന്താണ് 58 പൊസിഷനാണ്. അവരിതുവരെ ഷോട്ടൊന്നും എടുത്തിട്ടില്ല. എടാ ഈ ടീമിനകത്ത് ഈ ഡിയോഗോ കോസ്റ്റയുടെ കാർഡ് വെറും ഷോക്കാടാ. നല്ല കാർഡൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടാൽ, 96 അല്ലേ. പക്ഷെ വെറുതെ കൊള്ളത്തില്ല, പിടിക്കാന്ന് പറയാൻ പാടില്ല. വെറുതെ വിട്ടുകള, അവിടെ തന്നെ വായി നോക്കി നിൽക്കണ പോലെ നിൽക്കും അങ്ങോട്ട്. അയ്യോ ഞാനിത് മാറ്റിയിട്ടില്ല. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ഹാഫിലോട്ട് പോവാം. അപ്പോൾ ഈ കളി ഇപ്പം തന്നെ 1-0 എത്രയിലായിരിക്കും അവസാനിക്കുന്നതെന്ന് ആർക്കറിയാം. അവിടെ മിക്കവാറും 2-1 ആയിക്കോട്ടെ. അവരെ ഒരെണ്ണം അടിക്കാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. പെനാൾട്ടി യെസ് മൂന്ന് സെറ്റ്. എടാ ഈ റെഫറി നല്ല റെഫറി എടാ. മറ്റേ റിയൽ ലൈഫിൽ അർജൻറ്റീന കാശ് കൊടുത്ത് വെച്ചേക്കണ റെഫറി എല്ലാം തോന്നുന്നു. സ്റ്റിൽ ഐ എം നോട്ട് ട്രൈങ് ടു ബി കോൺട്രവേഴ്ഷ്യൽ. ബ്രാക്കറ്റിൽ ഇത് ഡേഞ്ചറസ് ഫൗളാണ്. റൊണാൾഡോന് ഒരു ഇഞ്ചറായി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. ബ്രൂണോയാ പോടാ റൊണാൾഡോ. പവർ ഷോട്ട്, ഗോൾ അഗെയിൻ, ദ വൺ ആൻഡ് ഓൺലി സൂ. എടാ എൻ്റെ ഒച്ച കേട്ടിപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവന്മാരൊക്കെ എന്നെ ഇനി എയറിലാക്കും. അതാണ് കുഴപ്പം. എൻ്റെ ഒച്ച മൈക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ റിയൽ ലൈഫിൽ സിനിമയൊക്കെ സെറ്റാണ്. പക്ഷേ മാറി എന്തായാലും പെനാൾട്ടി അടിച്ച് 2-0. ഇനിയിപ്പോൾ ഇറങ്ങി കളിക്കുക. ഇയാളെ എന്തുകൂടെ കളിക്കാൻ ഒന്നും ഞെക്കിടുക. ഓക്കെ എടാ അതേ പോണ്. ഭാഗ്യം, ഞാൻ ഫുള്ള് ഡിഫൻസ് ഇട്ട് കളിക്കാൻ പോണ്. എന്തായാലും ഈ കളി കൊള്ളാം കേട്ടോ. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് എൻ്റെ ടീം ഇപ്രാവശ്യം കളിക്കാനുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എടാ ഞാൻ പറഞ്ഞില്ല, ഇവരടിക്കും, എനിക്കറിയാം. സ്റ്റാർ പ്ലെയർ ഡിഫിക്കൽട്ടി ആയതുകൊണ്ടാണ്. ഞാൻ വല്ല ബിഗിനറൊക്കെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ജയിക്കായിരുന്നു. പക്ഷേ റിവാർഡ്സൊക്കെ റിവാർഡ്സൊക്കെയാണ് ബിഗിനറിട്ട് കളിച്ചാൽ. അതാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. എവിടെ ഇതെന്താണ് 1 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യണം. ഞാൻ പാസ്സാണ് ഞെക്കാൻ ഉദ്ദേശിക്കണത്, കൊടുക്കണത് ഷൂട്ടിലാന്ന് തോന്നുന്നു. ഔട്ട്, ത്രോയിൻ. നിങ്ങൾക്കിപ്പോൾ ഇനിയും ഇതേപോലത്തെ പെസ്സിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റെക്കമെൻഡ് ചെയ്യും എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളത്. പെസ്സിൻ്റെ തന്നെ ലൈക്ക് ഡിവിഷനാണ്, അതായത് ഇതേപോലെ ഇവൻ്റ് ടൂർണമെൻറ്റ് സംഭവങ്ങളുടെയൊക്കെയാണ്, എങ്ങനത്തെയാണെന്നുള്ളത്. എടാ ലൈനിൽ ക്ലിയർ ചെയ്തടാ. ശേ എടാ ഇത് നൈസ്. ഓടാ അത് എന്തോ ആയിരുന്നടേ, ലൈനിൽ ക്ലിയർ ചെയ്തേക്കണ്. അയ്യോ പൊസഷൻ വെച്ച് കളിക്കാൻ എനിക്ക് വയ്യ, കളയാൻ ബോള്. പൊസഷൻ കളഞ്ഞാൽ വെറുതെ. എടാ മെസ്സിയൊക്കെ എടാ മുമ്പിൽ നിൽക്കണത്. സൂക്ഷിച്ച് കളിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ഇവന്മാരടിച്ച് കഴിഞ്ഞാൽ പെട്ടതാണ്.
അടിച്ച് അയ്യോ ഞാൻ ഓ ഷിറ്റ് ഞാൻ പാസ്സാന്ന് വിചാരിച്ചു. അല്ല ശരിയാ, ഞാൻ ക്ലിയറാണ് ഞെക്കിയത്. എടാ ഇല്ല കാര്യമില്ല, എത്തൂലടാ. ഗോൺസാലോ റാമോസിന് എത്തിയത് സ്റ്റാമിന ഇല്ല. പ്ലെയറിനെ മാറ്റാൻ സമയമായെന്ന് തോന്നുന്നു. എടോ എടോ എടാ പിടിക്കടാ, ബോൾ എടുക്കടാ കയ്യിൽ. മെസ്സി റാമോസിന് പറ്റിയ പണിയല്ലേ ഇതടാ. യെസ്, സെമി ഫൈനൽസ് ഗൈസ്. എൻ്റെ മോനെ വൈബ് ജയിച്ചടാ. എത്ര അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പിന്നെ കമൻറ്റ് സെക്ഷനിലേക്ക് കൂടെ ഒന്നുകൂടി അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇതേപോലത്തെ ഇനിയും വീഡിയോസ് പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരോടൊക്കെ പറയുക സബ്സ്ക്രൈബ് അടിക്കാൻ. എന്താണ് കാണിക്കണത്? പുറച്ചേരി കയ്യെ പിടിച്ച് പോകണം. യെസ്, അത് തന്നെയാടാ സെമി ഫൈനൽസ്. അടുത്ത സെമി ഫൈനൽസിൻ്റെ വീഡിയോ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ കളിച്ചിട്ട് ഇടാൻ നോക്കാം. ഈ ഇവൻ്റ് അല്ല, ടൂർണമെൻറ്റ് തീർന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്തായാലും ഇടാൻ നോക്കാം. ഇതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് കാണിക്കാനുണ്ട്, അതുകൂടി കാണിച്ചിട്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകും. കാരണം ടൈം ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് എനിക്ക് പണിയാണ്. അവിടെ എഡിറ്റൊക്കെ ചെയ്ത് ഇടാനുള്ളതല്ലേ, സമയവും ഇല്ല. ഞാൻ പറഞ്ഞില്ല പരീക്ഷയ്ക്കാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് പണിയായിരിക്കും. സോ കൊളംബിയക്ക് ഇവിടം വരെ കയറിയ അയ്യോ. ഇപ്പോൾ കൊളംബിയനെ തോപ്പിച്ച് കഴിഞ്ഞാൽ ജർമ്മനി അല്ലെങ്കിൽ ബെൽജിയം. ഇവിടെ ബെൽജിയത്തിൻ്റെ ഇവിടെയൊക്കെ ഒന്നുകൂടി തോക്കണമല്ലേ ഫൈനൽസിൽ. എൻ്റെ മോനെ നാണക്കേടായിരിക്കും കേട്ടാ. എന്തായാലും 1.6 മില്യൺ കണ്ടാടേ, GB കണ്ട. മറ്റേ ഗോൾഡ് കോയിൻ ഞാനിപ്പോൾ അത് ചിലവാക്കിയത്. മറ്റേ പ്ലെയർ ഓഫ് ദ ഡേ സ്പിൻ ചെയ്ത് മറ്റേ ഇവനെ കിട്ടി, മാർട്ടിനസ് എമിലിയാനോനെ കിട്ടി. ഒരു സെക്കൻഡ് ഇത് 2 സ്പിൻ ചെയ്തിട്ട് എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ലക്ക് ഉണ്ടാകുന്ന നോക്കാം. നല്ല ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഞാൻ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇനി മുതലപ്പോൾ ഇതെടുക്കത്തുള്ളൂ. ഒരെണ്ണമായിട്ടാണ് 2 2 എനിക്ക് വയ്യ. ഒരെണ്ണമായിട്ടൊക്കെ ചെയ്ത് കുറേ നേരം എടുക്കും. ഓക്കെ, ലെറ്റ്സ് സീ. ആരെങ്കിലും ഉണ്ടോ നല്ലത്? ഇല്ലടാ. ആരാ ഇതൊക്കെ? എടാ ഒന്ന് പോടാ. ആടെ 71 തന്നേക്കണേ. എടാ ഈ കൊനാമി, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ 100 കിട്ടിയപ്പോൾ ഞാൻ എന്താ ഈ ഇതൊരെണ്ണം ഏതായിരുന്നു അത് പോയാ കഴിഞ്ഞ. അവിടെ ഇവൻ്റ് കഴിഞ്ഞടാ. ഇവൻറ്റിൻ്റെ ഓരോരെണ്ണം സ്പിൻ ചെയ്തായിരുന്നു, അത് കിട്ടി. എനിക്ക് ഇനിയിപ്പോൾ സ്പിൻ ചെയ്യണമെന്ന് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇനി എടുക്കുവാണെങ്കിൽ അല്ല സ്പിൻ ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പോണത് മിക്കവാറും ബ്രസീൽ ചെയ്യും. പിന്നെ ബ്രസീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ബ്രസീൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്രസീൽ മാത്രമേ ഉള്ളൂ. പിന്നെ നാഷണൽ സ്റ്റാർസിൻ്റെ ഞാൻ എടുക്കാൻ നോക്കും, അത്രേ ഉള്ളൂ. എന്തായാലും എൻ്റെ ടീം ഞാൻ കാണിച്ചു തരാം. അവിടെ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കടാ. അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചാൽ മതി. ഈ വീഡിയോ തന്നെ കാണിച്ചേക്കാം. എന്തെങ്കിലും ആട്ടെ. എന്തായാലും എൻ്റെ ടീം ഇത് 98 പ്ലേയേഴ്സ് ഉണ്ട്. പ്ലേയേഴ്സിന് ഞാനിപ്പോൾ കാണിക്കാനില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. 3117 കളക്റ്റീവ് സ്ട്രെങ്ത് അത്രയുണ്ട്. ഇതാണ് റിസർവ്സ് കിടക്കണത്. എടാ ഞാൻ റൊണാൾഡോ ഫാനാണ്, പക്ഷേ റൊണാൾഡോ ഇല്ല. പകരം മെസ്സിയുണ്ട്, യമാലും എല്ലാവരും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് സെറ്റാട്ടോ. അതേ ഗോൾ കീപ്പർ നോയർ കിടപ്പുണ്ട്. ഗോൾ കീപ്പറിനെ കാര്യം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുണ്ട്. ഈ വേർഡ്സിൻ്റെ കാർഡ് സെറ്റ് കാർഡാട്ടാ. നല്ല ക്രോസിങ് ഉള്ളതാണ്. എന്താ പ്ലേയിങ് സ്റ്റൈൽ കണ്ട, ക്രോസ് സ്പെഷ്യലിസ്റ്റ് നല്ലോണം ക്രോസ് ചെയ്യും. പ്രത്യേകിച്ച് ഇവൻ ഇവിടെ ഈ മിഡ്ഫീൽഡ് ഇവൻ കിടക്കുന്ന സ്ഥലത്ത് എന്ത് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് എങ്ങനെയാണ് ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്താ ശിവച്ചെങ്കോ അടിച്ച് കയറ്റും. പിന്നെ ഇവൻ ത്രൂ ബോൾ ഇടണത് നല്ലതാണ്, ഫാബിയൻ റൂയിസ്.
സോ എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ എന്തായാലും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോണത് അടുത്ത ദിവസം സെമി ഫൈനൽസിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിടാൻ നോക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. എന്തായാലും വീഡിയോ കണ്ട സ്ഥിതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ അടിച്ചിട്ട് പോടേ. ഇല്ലെങ്കിൽ എനിക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ. എന്തായാലും വീഡിയോ ബ്ലോ അപ്പ് ചെയ്യാൻ സഹായിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. സി യു നെക്സ്റ്റ് ടൈം. ഇറ്റ്സ് മീ കിലോവാട്ട്സ് സൈനിങ് ഔട്ട്.